ഞാൻ ഡോക്ടർ അനിത തിലകൻ, കൊച്ചിൻ IMA വൈസ് പ്രസിഡന്റ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പൾമണോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഈ വേനൽക്കാലത്ത് ആസ്മയുള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസ് പടരാനുള്ള സാധ്യത കൂടുതൽ. ആസ്മയുള്ള ഒരാൾക്ക് വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ കൂടാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് എല്ലാവരും അവരവർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇൻഹേലറുകളും മറ്റു മരുന്നുകളും ഒരു മുടക്കവും വരാതെ ഉപയോഗിക്കേണ്ടതാണ്. സാധാരണയായിട്ട് റെഗുലറായി ഇൻഹേലർ ഉപയോഗിക്കുന്നവർക്ക് പോലും ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ശ്വാസം മുട്ടലുള്ളവരും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. ആശുപത്രികളിൽ പോകുമ്പോഴും എപ്പോഴും മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് വരാതെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം മാസ്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് ശ്വാസം മുട്ട് കൂടുതലോ ചുമയോ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കൂടുതലായി കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അവരുടെ ഡോക്ടറെ പോയി കാണുകയും ഡോക്ടർ പറയുന്ന അനുസരിച്ച് മരുന്നുകളുടെ എണ്ണം കൂട്ടുകയോ മരുന്നിൻ്റെ ഡോസ് കൂട്ടുകയോ കൂടുതൽ ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ അതെല്ലാം ചെയ്ത് അസുഖം കൺട്രോളാക്കി വെക്കേണ്ടതാണ്. കോവിഡ് അസുഖം നേരത്തെ വന്നിട്ടുള്ളവർ, അത് സീരിയസ് ആയിട്ടുള്ള കോവിഡ് ആണെങ്കിലും വളരെ ചെറിയ രീതിയിൽ ഒന്നുമില്ലാതെ വന്ന കോവിഡ് ആണെങ്കിൽ പോലും ആസ്മ ഉള്ളവർക്ക് അത് കൂടുതൽ പ്രശ്നമായി കാണുന്നുണ്ട്. ഇതുവരെ ശ്വാസം മുട്ടലില്ലാത്തവർക്ക് ശ്വാസം മുട്ടൽ പുതുതായിട്ട് വരുന്നത് കാണുന്നുണ്ട്. ചെറിയ തോതിൽ അലർജി അല്ലെങ്കിൽ ചെറിയ തോതിൽ ചുമയോ കഫക്കെട്ടോ ഉള്ള ആളുകൾക്ക് അത് നല്ല കൂടിയ ആസ്മയായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നേരത്തെ കോവിഡ് വന്നവർ പ്രത്യേകിച്ച് പുതിയ വൈറൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട്, നിങ്ങൾക്ക് നേരത്തെ ചുമയോ ശ്വാസം മുട്ടലോ അലർജിയോ ഒന്നുമില്ലാതിരുന്ന ആളുകൾക്ക് ഈയിടെയായിട്ട് കോവിഡ് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചുമയോ കഫക്കെട്ടോ ശ്വാസം മുട്ടലോ കിതപ്പോ വല്ലതും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആസ്മയുടെ തുടക്കമാകാം. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഒരു ശ്വാസകോശ രോഗ വിദഗ്ധനെ കാണിച്ച് അത് ആസ്മയല്ല എന്ന് ഉറപ്പുവരുത്തുക. അല്ല, അത് ശ്വാസം മുട്ടൽ എന്തെങ്കിലും ആണെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് മരുന്നുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ശ്വാസം മുട്ടൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റാണ്. അപ്പം നിങ്ങളോട് ഡോക്ടർ ആസ്മ കണ്ടുപിടിക്കാനായിട്ട് സ്പൈറോമെട്രി ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്ത് നമ്മൾക്ക് ഏത് തരത്തിലുള്ള ശ്വാസമുട്ടലാണ്, ആസ്മയാണോ അല്ലെ പുകവലിക്കാരിൽ വരുന്ന COPD അത് കൂടുതലായിരുന്നാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് ഡോക്ടർ പറയുന്നത് പോലെ ഇൻഹേലറുകൾ യൂസ് ചെയ്യുക. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വളരെ സേഫാണ്, അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. ശ്വാസം മുട്ടലിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നുകളിലൊന്ന് ഇൻഹേലർ മരുന്നുകൾ തന്നെയാണ്. അതപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്താൽ ഡോക്ടർ പറയുന്ന അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലതായിട്ട് നമ്മുടെ അസുഖം കൺട്രോൾ ചെയ്യാൻ പറ്റും.